എല്ലാവർക്കും ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ തേർഡ് മൊഡ്യൂളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഏതൊരു തിയറി എക്സാം പോലെ തന്നെ 4 മൊഡ്യൂൾസാണ് നമുക്ക് ഒരു സിലബസിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ 4 മൊഡ്യൂളിലെ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന 2 മൊഡ്യൂളുകളാണ് മൊഡ്യൂൾ 3യും അതുപോലെ തന്നെ മൊഡ്യൂൾ 4ഉം. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 എക്സാമുകൾ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഒരു തേർഡ് മൊഡ്യൂളും അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിൽ മാത്രം നമുക്ക് ഏകദേശം ഒരു 51ഓളം മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും മാത്രം പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എക്സാമിൽ നമുക്ക് പാസ്സാകാനുള്ളൊരു സാഹചര്യമുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം ആ ഒരു നമ്മൾ ആ 4 ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യുന്ന സമയത്ത് 51 മാർക്കിനാണ് നമുക്ക് തേർഡ് മൊഡ്യൂളും അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളും നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓരോ ഇയറിലും ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ തവണയും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ സ്ക്രീനിൽ PYQs മൊഡ്യൂൾ 3 and 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. M3 എന്ന് പറയുന്ന മൊഡ്യൂൾ 3 ആണ്, M4 എന്ന് പറയുന്നത് മൊഡ്യൂൾ 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് പറയുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് മൊഡ്യൂളിലെയും അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിലെയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് കാണുന്ന 5, 6, 7, 8, 9 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ ഏപ്രിൽ 2025. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ സപ്ലിമെൻ്ററി ആയിട്ട് നടന്ന എക്സാമാണ് ഏപ്രിൽ 2025 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ തേർഡ് മൊഡ്യൂളിൻ്റെയും ഫോർത്ത് മൊഡ്യൂളിൻ്റെയും മാത്രം ക്വസ്റ്റ്യൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ താഴെയുള്ള ഈ ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ നമ്മുടെ തേർഡ് മൊഡ്യൂളിലെയും അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിലെയും ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഇപ്പോൾ 1 മാർക്കിന് മൊത്തം ചോദിച്ചിരിക്കുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് 5 മാർക്ക് അവിടെ കിട്ടും. പിന്നെ 3 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് 18ഉം 5ഉം 23 മാർക്കായി. ഇവിടെ തന്നെ 3 മാർക്കും 1 മാർക്കും മാത്രം. ഇനി നമുക്ക് 7 മാർക്കിൻ്റെ 4 സെറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നമുക്ക് 7 മാർക്ക് കിട്ടും. ഇതിലേതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ 7 മാർക്ക് കിട്ടും. ഇതിലൊന്ന് ആൻസർ ചെയ്താൽ 7 മാർക്ക് കിട്ടും. ഇതിലൊന്ന് ആൻസർ ചെയ്താൽ നമുക്ക് 7 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മൊത്തം വരുന്നത് 4 സെറ്റ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമുക്ക് 4 × 7 മൊത്തം 28 മാർക്കിനാണ് നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. നേരത്തെ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ 28ഉം മുന്നേ ഉണ്ടായിരുന്ന ഈ 5ഉം 18ഉം. ഓക്കെ, അപ്പോൾ 23ഉം 28ഉം ഞാൻ പറഞ്ഞ പോലെ 51 മാർക്കാണ് നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ 2025 സപ്ലിമെൻ്ററി എക്സാമിന് ക്വസ്റ്റ്യൻസായി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ തന്നെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പോൾ നമുക്ക് തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്കറിയാം. തേർഡ് മൊഡ്യൂൾ നമുക്കത് തിയറി മാത്രമേ പഠിക്കാനുള്ളൂ, അല്ലേ, തിയറി ടോപ്പിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. എന്നാൽ ഫോർത്ത് മൊഡ്യൂൾ ആകുമ്പോൾ നമുക്ക് തിയറിയുടെ കൂടെ തന്നെ നമുക്ക് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. എന്നാലും നമ്മുടെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. അതേപോലെ തന്നെ സെയിം 4ാമത്തെ മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രോബ്ലമായി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ തിയറി മാത്രം പഠിച്ചാലും മതി. നമുക്ക് എന്ത് ചെയ്യാം, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി നമ്മുടെ തേർഡ് മൊഡ്യൂൾ ആകുമ്പോൾ പറയാൻ പറ്റും മൊത്തം തിയറിയാണ് നമുക്ക് ആ തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, എല്ലാ തിയറി ക്വസ്റ്റ്യൻസ് തന്നെയാണോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സ്കോർ വാങ്ങിയിട്ട് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് നമുക്ക് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഏപ്രിൽ 2025 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. മാക്സിമം 51 മാർക്കാണ് നമുക്കവിടെ ക്വസ്റ്റ്യൻസായി ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. മൊത്തം 5 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. 3 മാർക്കിൻ്റെ മൊത്തം 6 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ 5 മാർക്കും കിട്ടും. 6 × 3 18ഉം കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ 23 മാർക്ക് നമുക്ക് 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ 7 മാർക്കിൻ്റെ ആണെങ്കിലും തേർഡ് മൊഡ്യൂളിലെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ 7 മാർക്ക് കിട്ടും. വീണ്ടും തേർഡ് മൊഡ്യൂളിലെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ അതൊന്നും നമുക്ക് 7 മാർക്ക് കിട്ടും. ഫോർത്ത് മൊഡ്യൂളിലെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ അതിൽ നോക്കിയാൽ മനസ്സിലാവും 2ഉം തിയറി ക്വസ്റ്റ്യൻസ് ആണ്, ഇവിടെ പ്രോബ്ലം ചോദിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിലെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ അതിലും തിയറി ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അവിടെ പ്രോബ്ലം ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 28 മാർക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ 23 സെയിം 51 മാർക്കാണ് നമുക്ക് ഈ 2024 ഏപ്രിൽ 2024 സപ്ലിമെൻ്ററി എക്സാമിനും ചോദിച്ചിരിക്കുന്നത്. അതേ പാറ്റേൺ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ നവംബർ 2023 റെഗുലർ എക്സാമാണ് നവംബർ 2023. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്. 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്,
3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്, പിന്നെ 7 മാർക്കിൻ്റെ 4 സെറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് 4th മൊഡ്യൂളിൽ നോക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ക്വസ്റ്റ്യനിൽ മാത്രമേ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 2ാം സെറ്റിൽ എന്താണ്, 2 തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ടോട്ടൽ 51 മാർക്കാണ് നമുക്ക് ഈ ഒരു 3rd ആൻഡ് 4th മൊഡ്യൂളിൽ മാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഇനി നവംബർ 2024 കഴിഞ്ഞ വർഷത്തെ റെഗുലർ എക്സാമാണ്. അപ്പോൾ നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട്. ഇവിടെ മൊത്തം നമുക്ക് 4ഉം 18ഉം 22 മാർക്ക്, 22 മാർക്ക് ഇവിടെ ടോട്ടലായി. പിന്നെ 7 മാർക്കിൻ്റെ സാധാരണ പോലെ തന്നെ 4 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആണ് 3rd മൊഡ്യൂൾ മൊത്തം ഉണ്ടായിരിക്കും. നമുക്കറിയാം 3rd മൊഡ്യൂളിൽ തിയറി ടോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ. സോ തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ 4th മൊഡ്യൂളിലെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ 2 തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്നാൽ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ 2 പ്രോബ്ലംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ വരുന്നത്. നമ്മുടെ സൈക്കോമെട്രി ചാർട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. അതിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ വെറുതെ നമ്മളൊരിക്കലും അവിടെ നിന്ന് മാർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മാക്സിമം നേരത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കുറവാണ്. സോ ഇവിടെ മാക്സിമം 50 മാർക്കാണ് നമുക്ക് നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 3rd-ലെയും 4th-ലെയും മൊഡ്യൂൾസിലെ ക്വസ്റ്റ്യൻസായി ചോദിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. നവംബർ 2023, 24, ഏപ്രിൽ 2024, ഏപ്രിൽ 2025. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ 51 മാർക്കിനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് 50 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, ടോട്ടൽ 75 മാർക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. അതിൽ 50 മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു മാർക്കായി. നമുക്കറിയാം മിനിമം 30 മാർക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിയായിട്ട് പാസ്സാകാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ 3rd-ഉം 4th മൊഡ്യൂളും എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഫ്രിജറേഷൻ പാസ്സാകാൻ സാധിക്കും. ഓക്കെ, സോ നമ്മളൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് 3rd മൊഡ്യൂളിലെ ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും തിയറി ടോപ്പിക്സ് മാത്രമേ വരുന്നുള്ളൂ. നമുക്കിതിൽ വരുന്ന കാര്യങ്ങൾ ഫസ്റ്റ് വരുന്ന നമ്മുടെ റെഫ്രിജറേഷൻ സൈക്കിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡിവൈസുകളുണ്ട് അല്ലേ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപ്പറേറ്റർ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഈ 4 മേജർ ഡിവൈസുകളെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ആദ്യത്തെ ടോപ്പിക്കിൽ പഠിക്കേണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വരുന്ന ടോപ്പിക്സാണ് നമുക്ക് ആ ഒരു റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇത്രയും വരുന്ന ടോപ്പിക്സാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ക്രയോജനിക്സിനെ കുറിച്ചാണ്. ഓക്കെ, ക്രയോജനിക്സിനെ കുറിച്ചാണ് നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ടോപ്പിക്ക്. അത് വരുന്ന ഇത്രയും ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിൽ സാധാരണ ഇതിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടൈപ്സ് ഓഫ് കംപ്രസേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അതിലിപ്പോൾ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഉണ്ട്, റോട്ടറി കംപ്രസർ ഉണ്ട്, റോളർ ആൻഡ് വെയിൻ ടൈപ്പ് കംപ്രസർ ഉണ്ട്, സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഉണ്ട്. നമുക്ക് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറ് ഏതെങ്കിലും ടൈപ്പ് കംപ്രസർ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഫിഗർ വരച്ച് നമ്മൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ ഇവിടെ ഹെർമെറ്റിക്കലി സീൽഡ് ആൻഡ് സെമി ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസറും ഉണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ് വരുന്നുണ്ട്. അതിൽ എയർ കൂൾഡ് കണ്ടൻസർ ഉണ്ട്, വാട്ടർ കൂൾഡ് ഉണ്ട്, അതിൽ തന്നെ ഷെൽ ആൻഡ് ട്യൂബും ഷെൽ ആൻഡ് കോയിലും ഡബിൾ ട്യൂബൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സിൽ അത്രയും ടൈപ്സാണ് വരുന്നത്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് 7 മാർക്കിന്. അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് കണ്ടൻസറിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാം, ഫിഗർ വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്കറിയാം കംപ്രസറും കണ്ടൻസറും കഴിഞ്ഞ് അടുത്ത് വരുന്ന നമ്മുടെ ഇവാപ്പറേറ്ററാണ്. അപ്പോൾ ഇവാപ്പറേറ്ററിലും ഇതേപോലെ ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രൈ ആൻഡ് ഫ്ലഡ് ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ നാച്ചുറൽ, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവാപ്പറേറ്റേഴ്സും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ അതിന് മുന്നേ നമുക്ക് എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ട്. നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസാണ് എക്സ്പാൻഷൻ ഡിവൈസ്. അതിൽ വരുന്നതാണ് നമ്മുടെ കാപ്പിലറി ട്യൂബും ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവും അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇതേപോലെ ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ വാൾവിനെ കുറിച്ചാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത്. അതൊന്നും നമ്മൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫിഗർ വരച്ച് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത്. അതായത്
കംപ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ ഡിവൈസും ഇവാപ്പറേറ്ററും ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിൻ്റെ പേര് പറയും, അതിൻ്റെ വർക്കിങ്ങും അതുപോലെ ഫിഗറും വെച്ച് എന്ത് ചെയ്യാം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് 7 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ അത്രയും ആ രീതിയിലായിരിക്കും നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടത്. സോ നമ്മുടെ സിലബസ് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളാദ്യം നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ആദ്യം പഠിക്കാനുണ്ടായിരിക്കുക ഈ ഒരു ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ കംപ്രസേഴ്സിനെ കുറിച്ചും കണ്ടൻസേഴ്സിനെ കുറിച്ചും അതുപോലെ ഇവാപ്പറേറ്റേഴ്സും പിന്നെ നമ്മുടെ റെഫ്രിജറൻറ്റ് ഫ്ലോ കൺട്രോൾ ഡിവൈസ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുക ആദ്യത്തെ ടോപ്പിക്കിൽ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ റെഫ്രിജറേഷൻ സൈക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇവിടെ കാണുന്ന പോലെ കംപ്രസറും സ്ക്രീനിൽ കാണുന്നൊരു കംപ്രസർ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ കണ്ടൻസർ അല്ലേ, ഇത് കംപ്രസറാണ്. അവിടെ നേരെ കണ്ടൻസറിലേക്ക് പോകുന്നു. കണ്ടൻസർ നേരെ പോകുന്നത് നമ്മുടെ എക്സ്പാൻഷൻ അവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവാപ്പറേറ്റർ അഥവാ നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടുന്ന ഭാഗമാണ്. സോ ആ സൈക്കിൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റർ അഥവാ നമ്മൾ അതേപോലെ യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷണറിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ രണ്ടിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഹീറ്റ് റിമൂവ്സ് ഫ്രം ദ ഹയർ ടെമ്പറേച്ചർ കോഫി ഔട്ട് ഇൻ ടു ദ റൂം ആൻഡ് ദിസ് ഡിക്രീസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ കോഫി. അതായത് ആ ഒരു കോഫീൻ്റെ ചൂട് എങ്ങനെയാണ് കുറയുന്നത്, അതായത് ഹോട്ട് ടെമ്പറേച്ചറിൽ നിന്നും കോൾഡ് ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യുള്ളൂ, എപ്പോഴും ഹീറ്റ് നാച്ചുറലി ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ. അതേപോലെ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ വോളിയം കുറയുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ അവിടെ ടെമ്പറേച്ചറും അതിന് ആനുപാതികമായിട്ട് കൂടുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത്. നമ്മുടെ എയർ കണ്ടീഷനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഒരു റൂമൊക്കെ ആണെങ്കിൽ ആ റൂമിനകത്തുള്ള ടെമ്പറേച്ചർ കുറയ്ക്കുക. അതായത് റൂമിനകത്തുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, അവിടുത്തെ ഹീറ്റിനെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുക. അങ്ങനെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്. ഇതിൻ്റെ പുറത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കണ്ടൻസർ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടായിരിക്കും. കണ്ടൻസർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹീറ്റ് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് നമുക്കറിയുന്നതാണ്, അല്ലെങ്കിൽ ഗ്യാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് വെൻ വി കംപ്രസ് എ ഗ്യാസ്, ഒരു ഗ്യാസ് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറും കൂടും, അതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടും. നേരെ തിരിച്ചാണെങ്കിലോ, ഗ്യാസ് എക്സ്പാൻഡ് ആകുമ്പോൾ അത് സംഭവിക്കുക, അതിൻ്റെ പ്രഷർ കുറയുമ്പോൾ ടെമ്പറേച്ചറും കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രഷർ കൂട്ടാനും പ്രഷർ കുറയ്ക്കാനൊക്കെ ഉള്ള ഭാഗങ്ങളാണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് സൈക്കിളിൽ ഓരോ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഓരോ ഡിവൈസിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്രസർ അറിയാം, കണ്ടൻസർ അറിയാം, എക്സ്പാൻഷൻ ഡിവൈസ് അറിയാം, അതുപോലെ ഇവാപ്പറേറ്റർ അറിയാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന AC ഉണ്ട് അല്ലേ, നമ്മൾ സാധാരണ സ്പ്ലിറ്റ് AC ആണ് ഇപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കാരണം കുറച്ച് മുന്നേയൊക്കെ വിൻഡോ ടൈപ്പ് AC ആയിരുന്നു ഉണ്ടായിരുന്നു അല്ലേ. വിൻഡോ ടൈപ്പ് AC എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചുമരിൻ്റെ എന്ത് ചെയ്യും, ഒരു വിൻഡോൻ്റെ പോർഷനിലൊക്കെ നമ്മൾ ഒരു ACയെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കട്ട് ചെയ്യും അല്ലേ. ACൻ്റെ സൈസിൽ നമ്മൾ കട്ട് ചെയ്യും ശേഷം പകുതി പോർഷൻസ് പുറത്തേക്കും പകുതി പോർഷൻസ് അകത്തും നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു പഴയ AC നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ വിൻഡോ ടൈപ്പ് AC എന്ന് പറയും. എന്നാലിപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് AC ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം അവിടെ നമുക്ക് അതിന് ചുമര് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയൊരു ഹോള് മാത്രം മതി അല്ലേ. നമ്മുടെ കംപ്രസറിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടൻസറിൻ്റെ പോർഷനും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ACയിലെ 2 ഇൻഡോർ യൂണിറ്റും ഉണ്ട്, ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ട്. ആ 2 പോർഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ 2 പൈപ്പുകൾ മാത്രം പോകാനുള്ള പാത്ത് മാത്രം മതി. ഇപ്പോൾ നമുക്ക് വലിയൊരു ചുമര് വലിയൊരു കട്ടിങ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന ടേമുകളാണ് ലേറ്റൻറ്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും. ഓക്കെ,
ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കംപ്രസറിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു റെഫ്രിജറൻറ്റിനെ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ഫ്ലോയെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസറിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, പിന്നെ നമുക്ക് അറിയാം നമ്മുടെ സെൻസിബിൾ ഹീറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. വെൻ ഹീറ്റ് ഈസ് മൂവ്ഡ് ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്, ദിസ് ഈസ് കോൾഡ് സെൻസിബിൾ ഹീറ്റ് ആൻഡ് വി ക്യാൻ മെഷർ ദിസ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് വിത്ത് എ തെർമോമീറ്റർ. അതായത് അവിടെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ആ ഒരു കോഫിയുടെ ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത് വിചാരിക്കാം. അത് ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായിരിക്കും, ആ ടെമ്പറേച്ചർ കുറയും, ഒരു 80ലേക്ക് ഒരു 50ലേക്ക് മാറും അല്ലേ. അപ്പോൾ ആ ഒരു 100 അല്ലെങ്കിൽ ഒരു 80 50 ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറാണ് അല്ലേ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവിടെ ഹീറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്തു ഇല്ലേ, ഹീറ്റ് അവിടെ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്തു, ആ ഒരു കോഫിയുടെ ഹീറ്റ് പുറത്തേക്ക് റിജക്റ്റ് ചെയ്തു അല്ലേ, ആ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചറിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ള ഹീറ്റിനെ നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയാം. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ അവിടുന്ന് ഹീറ്റിനെ റിമൂവ് ചെയ്യുകയും ചെയ്തു. ആ ഒരു ഹീറ്റാണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും അല്ലേ. അതേപോലെ നിങ്ങൾ ലേറ്റൻറ്റ് ഹീറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ, അവിടെ ഹീറ്റ് ശരിക്കും കൂടുന്നുണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അവിടെ കൂടുന്നുണ്ടായിരിക്കും, പക്ഷെ എന്തായിരിക്കും അവിടെ അതിൻ്റെ ഫേസിൽ ചേഞ്ച് വരില്ല അല്ലേ. ഇവിടെ പറഞ്ഞ പോലെ സെൻസിബിൾ ഹീറ്റ് ചേഞ്ചസ് ദ ടെമ്പറേച്ചർ ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ് സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള കോഫിയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുമ്പോൾ അവിടെ നിന്ന് ഹീറ്റ് റിമൂവ് ആവുന്നുണ്ട്, പക്ഷേ എന്താണ് അത് സെയിം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള കോഫി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. എന്നാൽ നമ്മൾ പറഞ്ഞ പോലെ ഇനി ലേറ്റൻറ്റ് ഹീറ്റ് നോക്കാം. നമ്മളിപ്പോൾ വെള്ളം ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയാം, അവിടെ കൊടുത്തിട്ടുണ്ട്. ലേറ്റൻറ്റ് ഹീറ്റ് ഓൺ ദ അതർ ഹാൻഡ് ചേഞ്ചസ് ദ സ്റ്റേറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ. അതായത് നമുക്കറിയാം 100 ഡിഗ്രിയാണ് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയാറുള്ളത്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, വാട്ടർ ബോയിലായിട്ടുണ്ടായിരിക്കും. പിന്നെയും ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ സ്റ്റേറ്റ് മാറും അല്ലേ. അത് ബോയിലായി അവസാനം എന്തായി മാറും, അത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ എന്തായും വേപ്പറായിട്ട് കൺവേർട്ട് ആവും. അതായത് ഇവിടെ പറയുന്നതാണ് ചേഞ്ചസ് ദ സ്റ്റേറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 100 തന്നെ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക, പക്ഷേ എന്തായിരിക്കും അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അവിടുന്ന് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ. ഓക്കെ, ചേഞ്ചസ് ദ സ്റ്റേറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ആവാണ്ട് അതിൻ്റെ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. ആ ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ പഠിച്ച കാര്യമായിരിക്കും. അത് നമുക്കറിയാം, നമ്മുടെ വാട്ടർ ബോയിൽ ചെയ്യുന്നത് ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ബട്ട് റിമൈൻസ് അറ്റ് 212 ഫാരൻഹീറ്റ് എത്തുമ്പോൾ എന്തായിരിക്കും അത് പിന്നെ അവിടെ നിന്ന് ചേഞ്ച് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലേറ്റൻറ്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റൊക്കെയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു റെഫ്രിജറേഷൻ്റെ ആ ഒരു സൈക്കിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഒരു ആനിമേഷനൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കുക. സാധാരണ നമ്മുടെ ഇവാപ്പറേറ്റർ കോയിലൊക്കെ ഉണ്ടായിരിക്കുക ആ റെഫ്രിജറേറ്ററിൻ്റെ ഏറ്റവും മേലത്തെ ആ ഫ്രീസറിൻ്റെ ആ ഒരു സെക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നമ്മുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. നമ്മൾ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് എ സിയിൽ വരുന്ന പുറത്ത് ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്, അതാണ് നമ്മുടെ ആ ഒരു കണ്ടൻസറിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മുടെ കംപ്രസർ കാണുന്നുണ്ടായിരിക്കും. നമുക്കറിയാം റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യുന്ന ഭാഗമാണ് അല്ലേ. ഇറ്റ് കംപ്രസസ് ദ റെഫ്രിജറൻറ്റ് അല്ലേ. ഇറ്റ് കംപ്രസസ് ദ റെഫ്രിജറൻറ്റ് മീനിങ് ഇറ്റ് സ്ക്യൂസസ് ദ മോളിക്യൂൾസ് ഓഫ് റെഫ്രിജറൻറ്റ് ടുഗെദർ ഇൻക്രീസിങ് ഇറ്റ്സ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അല്ലേ. അതായത് ലോ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ വേപ്പർ സ്റ്റേറ്റിൽ വരുന്ന ആ ഒരു റെഫ്രിജറൻറ്റിനെ എന്താക്കി മാറ്റണം, ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ നമ്മുടെ ആ ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ നമ്മൾ കംപ്രസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻടേക്കും അതുപോലെ എക്സിറ്റും കാണുന്നുണ്ടായിരിക്കും. ഇൻടേക്കിൽ ലോ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റ് ആണ്.
നമുക്ക് സാധാരണ പറയാറുണ്ട് കംപ്രസർ നമ്മുടെ ഹേർട്ട് ഓഫ് ദ റെഫ്രിജറേഷൻ സൈക്കിളാണ് അല്ലേ. നമുക്ക് തന്നെ പ്രഷർ ഇൻക്രീസർ എന്നൊക്കെ വിളിക്കാവുന്നതാണ്. രണ്ടാമത്തെ പാർട്ട് നമുക്കറിയാം കണ്ടൻസറാണ്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹീറ്റ് റിജക്ടറാണ് അല്ലേ. കണ്ടൻസർ എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ടറാണ് അല്ലേ. ഇത് നമ്മുടെ കംപ്രസർ. ആ കംപ്രസർ നേരെ പിന്നെ പോകുന്നത് കണ്ടൻസറിലേക്കാണ്. അപ്പോൾ ഈ ഒരു കോയിൽ നമ്മുടെ കണ്ടൻസറിൻ്റെ ഭാഗമാണ് അല്ലേ. നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ഒക്കെ പിൻവശത്ത് കാണുന്ന ഒരു കോയിൽ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കണ്ടൻസറാണ്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കണ്ടൻസർ കഴിഞ്ഞാൽ പിന്നെ കണ്ടൻസർ നേരെ പോകുന്ന നമ്മുടെ എങ്ങോട്ടാണ്, നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിലേക്കാണ്. അപ്പോൾ ഇവിടെ കാണുന്ന നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസാണ്. ഇതിൽ നമുക്കതിനെ മീറ്ററിംഗ് ഡിവൈസ് എന്ന് പറയാം. അതായത് ഇവാപ്പറേറ്ററിലെ ആ ഒരു കൂളിംഗ് ലോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് റെഫ്രിജറൻറ്റിനെ എന്ത് ചെയ്യണം, മീറ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ഈ എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. നേരെ നമ്മുടെ ഇവാപ്പറേറ്ററിലേക്കായിരിക്കും പിന്നെ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നേരെ ഹീറ്റ് അബ്സോർബറാണ് അല്ലേ. കണ്ടൻസർ എന്താണ്, ഹീറ്റ് റിജക്ടർ ആണെങ്കിൽ ഇവാപ്പറേറ്റർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ കേസിലൊക്കെ ഇവാപ്പറേറ്ററിൻ്റെ കോയിൽ ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു ഫ്രീസറിൻ്റെ ആ ഒരു പുറമേ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫ്രീസറിൻ്റെ കേസിൻ്റെ ചുറ്റുമായിരിക്കും ഈ ഒരു ഇവാപ്പറേറ്റർ കോയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ കിട്ടുന്ന ഭാഗം ആ ഒരു ഫ്രീസറാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് ടെമ്പറേച്ചർ പിന്നെ അല്ലെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യുന്ന അബ്സോർബ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബറാണ്. അതാണ് ശരിക്കും നമ്മുടെ ഒരു റെഫ്രിജറേറ്റർ സൈക്കിൾ എന്ന് പറയുന്നത്. കംപ്രസർ, കണ്ടൻസർ, മീറ്ററിംഗ് ഡിവൈസ്, അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ. അപ്പോൾ നമുക്കിതിൽ വരുന്ന ഓരോ ടൈപ്സ് കംപ്രസേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ ടൈപ്പ് കണ്ടൻസേഴ്സിനെ കുറിച്ചും ഓരോ ടൈപ്പ് നമ്മുടെ മീറ്ററിംഗ് ഡിവൈസ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ഡിവൈസുകളെ കുറിച്ചും ഓരോ ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതൊക്കെ എന്തിനാണ് ഈ ഒരു സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഇത് നമ്മുടെ ഒരു കംപ്രസറാണ്, ജസ്റ്റ് ആനിമേഷൻ കാണുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ മോളിക്യൂൾസ് എന്ത് ചെയ്യും, മോളിക്യൂൾസിനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് വോളിയം കുറയ്ക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കൂടിയിട്ട് അതൊരു വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുന്നത്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിലുള്ള വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുന്നത്. ഇവിടെ റെഡ് കളർ കാണിച്ചിരിക്കുന്നത് റെഫ്രിജറൻറ്റ് ഈസ് എ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ വേപ്പർ ഇൻ ദ ഡിസ്ചാർജ് ലൈൻ അല്ലേ. ഇപ്പോൾ നമ്മുടെ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് കാരണം എന്തായിരിക്കും, ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നേരെ കണ്ടൻസറിലേക്ക് പാസ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും, കണ്ടൻസറാണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ AC-ൻ്റെ കേസിൽ കണ്ടൻസർ നമുക്കറിയാം, കണ്ടൻസർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റിലാണ് നമ്മുടെ കണ്ടൻസർ വരിക. ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻ ദ കണ്ടൻസർ ദ റെഫ്രിജറൻറ്റ് റിലീസസ് ഇറ്റ്സ് ഹീറ്റ് ടു ദ സറൗണ്ടിങ്സ് ആൻഡ് കണ്ടൻസസ് ഇൻ ടു എ ലിക്വിഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിക്കും ചിലപ്പോൾ കണ്ടൻസറിൻ്റെ ഫംഗ്ഷനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം, കണ്ടൻസർ എന്ന് പറയുന്നതാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കംപ്രസറിൽ നിന്ന് വന്നിട്ടുള്ള റെഫ്രിജറൻറ്റിൻ്റെ അവസ്ഥ എന്താണ്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ് ആണ് കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിൽ കിട്ടിയുള്ള റെഫ്രിജറൻറ്റ്. അതായത് കണ്ടൻസറിലേക്ക് വരുന്നത് ഈ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റ് ആണ് നമ്മുടെ കണ്ടൻസറിലേക്ക് വരുന്നത്. ഇനി എന്ത് ചെയ്യും, ആ കണ്ടൻസറിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് റിജക്ടറാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഹീറ്റിന് നമുക്ക് സാധാരണ നമ്മൾ റേഡിയേറ്ററൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയിലൊക്കെ ഉണ്ടാകുന്ന റേഡിയേറ്റർ, നമുക്കറിയാം അതൊരു ഹീറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അല്ലേ. അതായത് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ കണ്ടൻസറിനകത്ത് ചിലപ്പം നമ്മൾ ഫാൻ ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അതൊന്ന് ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ റെഫ്രിജറൻറ്റ് തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, റെഫ്രിജറൻറ്റിന് ആ ഒരു വേപ്പർ സ്റ്റേറ്റിൽ നിന്നും അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റിൽ നിന്ന് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് എന്തായിട്ട് മാറുന്നു, ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. അതായത് വേപ്പറിനെ കണ്ടൻസ് ചെയ്തുകൊണ്ട് എന്തായി മാറുന്നു, അത് ലിക്വിഡായിട്ട് മാറുന്നു. This process rejects heat out of the refrigerant and
ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഫ്രം ഫുള്ളി വേപ്പർ ടു ഫുള്ളി ലിക്വിഡ്. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സിൽ കണ്ടൻസറിലെ കണ്ടൻസേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ റെഫ്രിജറൻറ്റിൻ്റെ അകത്തു നിന്നും ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ സ്റ്റേറ്റ് ഫുള്ളി വേപ്പർ സ്റ്റേറ്റിൽ നിന്നും ഫുള്ളി ലിക്വിഡ് സ്റ്റേറ്റായിട്ട് കൺവേർട്ട് ആവുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു കണ്ടൻസറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റെഫ്രിജറൻറ്റ് ഇന്ന് ഇവിടെ കാണുന്നുണ്ടോ, റെഫ്രിജറൻറ്റ് ഇന്ന് എന്താണ് 100% വേപ്പറാണ്. എന്നാൽ താഴെ നോക്കുക, റെഫ്രിജറൻറ്റ് ഔട്ട് എന്താണ്, അത് 100% ലിക്വിഡായിട്ട് കൺവേർട്ട് ആവും. Refrigerant rejects latent heat and remains the same temperature, only changing phase from 100% vapor to 100% liquid. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ എന്താണ്, അവിടെ നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അവിടെ ലേറ്റൻറ്റ് ഹീറ്റാണ്. ഓക്കെ, റെഫ്രിജറൻറ്റ് റിജക്ട്സ് ലേറ്റൻറ്റ് ഹീറ്റ്. ആ ഒരു റെഫ്രിജറൻറ്റിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ലേറ്റൻറ്റ് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ വേപ്പർ എന്തായിട്ട് മാറും, അത് ലിക്വിഡായിട്ട് മാറും. അതായത് ഓൺലി ചേഞ്ചിങ് ദ ഫേസ് അല്ലേ. അതായത് 100% വേപ്പർ എന്നുള്ളത് എന്താണ്, എന്തായിട്ടാണ് മാറുന്നത്, 100% ലിക്വിഡായിട്ടാണ് മാറുന്നത് അല്ലേ. അവിടെ എന്ത് ചെയ്യുന്നില്ല, ടെമ്പറേച്ചറോ പ്രഷറോ മാറുന്നില്ല, പകരം അതിൻ്റെ അവസ്ഥ സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റ് എന്തായിട്ട് മാറുകയാണ്, അത് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. എവിടെ വെച്ചിട്ട്, കണ്ടൻസറിൽ വെച്ചിട്ട്. സോ അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, കംപ്രസറിൻ്റെയും കണ്ടൻസറിൻ്റെയും ഫംഗ്ഷൻ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ എ സിൻ്റെ കേസിൽ നമുക്കറിയാം അല്ലേ, പുറത്ത് കണ്ടൻസർ ഉണ്ട്, എന്ത് ചെയ്യുന്നു, അകത്തെ ഹീറ്റിനെ ഇവാപ്പറേറ്റർ അബ്സോർബ് ചെയ്യും, അത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ നമ്മുടെ എ സിയിലെ പുറത്തുള്ള യൂണിറ്റ് നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, ഔട്ട്ഡോർ യൂണിറ്റ്. നമ്മൾ അവിടെ പോയി കൈ വെച്ച് നോക്കിയാൽ നമുക്കറിയാം, അവിടെ നിന്ന് എയർ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും, കാറ്റ് വരുന്നുണ്ടായിരിക്കും, അവിടെ ചൂടുള്ള കാറ്റാണ് വരിക. കാരണം ഈ ഹീറ്റിനെ പുറത്തേക്ക്, അകത്തുള്ള റൂമിലുള്ള ഹീറ്റ് എന്ത് ചെയ്യണം, പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുകയാണ് അല്ലേ. ചൂടുള്ള കാറ്റാണ് പുറത്തേക്ക് പോകുന്നുണ്ടായിരിക്കുക, എയർ നമുക്ക് ചൂടുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. എന്നാൽ അടുത്ത നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസാണ്. സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ ഒരു ഫംഗ്ഷനൊക്കെ. അപ്പോൾ എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു റെഫ്രിജറൻറ്റിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കംപ്രഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്പാൻഷൻ. നമ്മൾ പറഞ്ഞു കംപ്രസറിൽ എന്ത് സംഭവിക്കുന്നത്, കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ചുരുക്കിയിട്ട് കംപ്രസ് ചെയ്യണം അല്ലേ. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടും. നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിൽ എന്ത് സംഭവിക്കുക, അവിടെ എക്സ്പാൻഡ് ആവുകയാണ്, നേരെ തിരിച്ച്. അതായത് പ്രഷർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക, നേരത്തെ പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടിയ പോലെ പ്രഷർ സഡനായിട്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ സഡനായിട്ട് അതേപോലെ കുറയുകയും ചെയ്യും. അതാണ് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസ് കുറേ ടൈപ്പൊക്കെ വരുന്നുണ്ട്. അവിടെ കാണുന്നിരിക്കും TXV തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവാണ്, പിന്നെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് വരുന്നുണ്ട്, പിന്നെ കാപ്പിലറി ട്യൂബ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ടൈപ്പൊക്കെ വരുന്നുണ്ട്, നമ്മൾ വഴിയെ പഠിക്കും. നാലാമത്തെ ഭാഗം നമ്മുടെ ഇവാപ്പറേറ്ററാണ്. ഓക്കെ, അതായത് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ് ഇവാപ്പറേറ്റർ. നമ്മുടെ റെഫ്രിജറേറ്ററിലൊക്കെ ഫ്രീസറിൻ്റെ ചുറ്റും ആ ഒരു ഇവാപ്പറേറ്റർ കോയിലുണ്ടായിരിക്കും. നമ്മുടെ എ സിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഇൻഡോർ യൂണിറ്റിൽ ഉണ്ടായിരിക്കുക ഇവാപ്പറേറ്ററിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആ ഒരു ഇവാപ്പറേറ്ററിലൂടെ ലോ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷറിലുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് ആ ഇവാപ്പറേറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ഓക്കെ ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യും അല്ലേ. നേരത്തെ നമ്മൾ കണ്ടൻസറിൽ സംഭവിച്ച പോലെ എന്ത് ചെയ്യും, നേരെ തിരിച്ച് സംഭവിക്കും. റെഫ്രിജറൻറ്റ് അബ്സോർബ്സ് ലേറ്റൻറ്റ് ഹീറ്റ് ആൻഡ് റിമെയിൻസ് ദ സെയിം ടെമ്പറേച്ചർ, ഓൺലി ചേഞ്ചിങ് ഫേസ് ഫ്രം മോസ്റ്റ്ലി ലിക്വിഡ് ടു 100% വേപ്പർ. അതായത് കണ്ടൻസറിന്ന് വെച്ച് ലിക്വിഡായി മാറിയുള്ള ഈ ഒരു റെഫ്രിജറൻറ്റ്, ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്തായിട്ട് മാറുന്നു, വേപ്പറായിട്ട് മാറുന്നു. അതായത് എങ്ങനെയാണ് വേപ്പറായിട്ട് മാറുന്നത്, കണ്ടൻസർ സംഭവിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണല്ലേ. അതായത് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്താവുന്നു, അവിടുന്ന് ലേറ്റൻറ്റ് ഹീറ്റാണല്ലേ, റെഫ്രിജറൻറ്റ് അബ്സോർബ്സ് ലേറ്റൻറ്റ് ഹീറ്റ്. സോ എന്ത് ചെയ്യുന്നു, അവിടെ ടെമ്പറേച്ചറിലും പ്രഷറിലും മാറ്റം വരില്ല, ലേറ്റൻറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലുള്ള ആ ചുറ്റുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ AC ആകുമ്പം നമ്മുടെ റൂമിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ലേറ്റൻറ്റ് ഹീറ്റിനെ റെഫ്രിജറൻറ്റ് അബ്സോർബ്സ് ലേറ്റൻറ്റ് ഹീറ്റ് അല്ലേ, ലേറ്റൻറ്റ് ഹീറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്നു, റിമെയിൻസ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഓൺലി ചേഞ്ചിങ് ഫേസ് ഫ്രം എന്ത് ചെയ്യുന്നു, മോസ്റ്റ്ലി ലിക്വിഡ് ടു 100% വേപ്പർ. ഓക്കെ, എന്ത് ചെയ്യുന്നു, ലിക്വിഡ് വേപ്പറായിട്ട് മാത്രമേ കൺവേർട്ട് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ
ഇവിടെ റെഫ്രിജറൻറ്റ് ഔട്ട് 100% വേപ്പർ എന്ന് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ റെഫ്രിജറൻറ്റ് ഇന്ന് മോസ്റ്റ്ലി ലിക്വിഡ് എന്നും കാണുന്നുണ്ടായിരിക്കും. അതായത് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്ന് ഇവാപ്പറേറ്ററിലേക്ക് ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് കയറി ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ അറ്റ്മോസ്ഫിയറിലുള്ള സറൗണ്ടിങ്സിലുള്ള ഹീറ്റിനെ അബ്സോർബ് എന്തായിട്ട് മാറുന്നു? പതിയെ ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്തായിട്ട് മാറുന്നു? അത് വേപ്പറായിട്ട് കൺവേർട്ട് ആവുന്നു. അത് നമ്മുടെ കണ്ടൻസറിൽ സംഭവിച്ചതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഇവാപ്പറേറ്ററിൽ സംഭവിക്കുന്നത്. സോ അവിടെ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ കൂളിംഗ് എഫക്റ്റ് അഥവാ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ചുരുക്കത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു റെഫ്രിജറേറ്റിംഗ് സൈക്കിളിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെയൊക്കെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അതിൽ നമ്മൾ കംപ്രസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിലായിട്ട് പഠിക്കുമ്പോൾ ടൈപ്സ് ഓഫ് കംപ്രസറൊക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, സോ ദ ഇവാപ്പറേറ്റർ എഫക്റ്റീവ്ലി റിമൂവ്സ് ദ ഹീറ്റ്. ദി ഇവാപ്പറേറ്റർ ഈസ് ദ പാർട്ട് ഓഫ് ദ സിസ്റ്റം ദാറ്റ് ആക്ച്വലി മേക്സ് ദ എയർ എ ലോവർ ടെമ്പറേച്ചർ. നമുക്കറിയാം ഇപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ നമ്മുടെ ഇവാപ്പറേറ്ററിലൂടെ എന്ത് ചെയ്യും? ആ ലോ ടെമ്പറേച്ചർ ലോ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ആ അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും അവിടെ കൂളിംഗ് എഫക്റ്റ് അഥവാ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ആ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ RIC പഠിക്കുമ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഏറ്റവും ബേസായിട്ട് അറിഞ്ഞിരിക്കണം. ഇതറിയെങ്കിൽ മാത്രമേ നമ്മൾ RIC പഠിച്ചതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ഭാവിയിൽ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ? വോളിയം കുറച്ചുകൊണ്ട് നമുക്കറിയാം അവിടെ കംപ്രസ് ചെയ്യുമ്പോൾ അത് ഹൈ പ്രഷറാവും, അതിനർത്ഥം ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. നേരെ തിരിച്ചില്ലേ എക്സ്പാൻഡ് ചെയ്യുന്ന അവസ്ഥ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കും, നേരെ തിരിച്ച് സംഭവിക്കും, ലോ പ്രഷറും ലോ ടെമ്പറേച്ചറും. അതായത് കംപ്രസറിൽ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യം നേരെ തിരിച്ച് അവിടെ സംഭവിക്കും, എക്സ്പാൻഷൻ ഡിവൈസിൽ ലോ പ്രഷറും ലോ ടെമ്പറേച്ചറും ആവും. സോ അങ്ങനെയാണ് നമ്മുടെ ആ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും കുറച്ചുകൊണ്ട് നമ്മൾ ഇവാപ്പറേറ്ററിൽ നമ്മൾ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം എല്ലാവർക്കും നമ്മുടെ വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു റെഫ്രിജറേറ്ററിലും അതുപോലെ നമ്മുടെ എയർ കണ്ടീഷണേഴ്സിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ ഐഡിയ വെച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഈ ഒരു ആനിമേഷനെ കൂടെ നമ്മൾ അതും കൂടി പറഞ്ഞു പോവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും ഈ ഒരു റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വല്ല ചെറിയ കംപ്ലയിൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? റിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ കംപ്രസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ ഭാഗമായിരുന്നു കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഫ്രീസറിൻ്റെ ഏരിയയാണ് മേലെ ഉണ്ടായിരിക്കുക, നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ്. ഇപ്പോൾ കംപ്രസറിലേക്ക് അല്ലേ, കംപ്രസർ ഇൻലെറ്റാണ് നിങ്ങൾക്ക് അവിടെ കാണുന്നതായിരിക്കുക ആനിമേഷനിൽ. കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റാണ് നമുക്ക് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള വേപ്പർ റെഫ്രിജറൻ്റാണ് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും. പ്രഷർ ഹൈ അതുപോലെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, സ്റ്റേറ്റ് വേപ്പറാണ്. നേരെ പോകുന്നത് നമ്മുടെ കണ്ടൻസറിലേക്കാണ്. കണ്ടൻസർ നമ്മുടെ റെഫ്രിജറൻ്റിൻ്റെ ഏറ്റവും ബാക്കിൽ കാണുന്ന ഒരു കോയിൽ പൈപ്പ് ഉണ്ട് അല്ലേ, ബ്ലാക്ക് കളറിൽ കാണുന്ന പൈപ്പ് ഉണ്ടായിരിക്കും. ആണ് നമ്മുടെ കണ്ടൻസർ യൂണിറ്റ് എന്ന് പറയുന്നത്. സാധാരണ അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടാനായിട്ട് നമ്മൾ നമ്മൾ അലുമിനിയം ഫിൻസൊക്കെ യൂസ് ചെയ്യാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടൻസർ നേരെ പോകുന്ന നമുക്കറിയാം അതിൽ നമ്മൾ ഫിൽറ്റർ ഡ്രൈ എന്ന് പറയുന്ന ചെറിയ ഡിവൈസുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ സാധാരണ ബേസിക്കലി നമ്മളൊരു സൈക്കിൾ പറയുമ്പം ആ ചെറിയ ഡിവൈസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയാറില്ല. അതായത് നമ്മുടെ മോയ്സ്ചറിനൊക്കെ റിമൂവ് ചെയ്യുന്ന ഡിവൈസാണ് നമ്മുടെ ആ ഒരു ഫിൽറ്റർ ഡ്രയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് പോകുന്നത്. ഇവിടെ നോക്കാം പ്രഷർ ലോ ആവും, സ്വാഭാവികമായും ടെമ്പറേച്ചർ ലോ ആവും, സ്റ്റേറ്റ് ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ റെഫ്രിജറൻ്റ് ടെമ്പറേച്ചർ കുറയുകയും നേരെ ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുമ്പം ഇവാപ്പറേറ്ററിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള സറൗണ്ടിങ്സിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവാപ്പറേറ്ററിൽ പ്രഷർ ലോ ആയിരിക്കും, ടെമ്പറേച്ചർ ലോ ആയിരിക്കും, ഫേസ് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് നേരെ ഇങ്ങോട്ട് വരുന്നത് വീണ്ടും നമ്മുടെ കംപ്രസറിലേക്ക് തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുത്തിട്ടായിരിക്കും. പക്ഷേ കംപ്രസർ പല ടൈപ്പ് വരുന്നുണ്ട്, റെസിപ്രോക്കേറ്റിങ്ങും സെൻട്രിഫ്യൂഗലും റോട്ടറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ മോട്ടർ വെച്ചായിരിക്കും അതിൽ ആ ഒരു റൊട്ടേറ്റിംഗ് മോഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ബേസിക്കലി ഒരു
റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ആനിമേഷനായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മുടെ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇനി നമ്മുടെ സ്ക്രീനിൽ വരാൻ പോകുന്നത്. ഔട്ട്ഡോർ യൂണിറ്റാണ്, നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റാണ് ഇത്. ഇൻഡോർ യൂണിറ്റ്, ഇത് ഔട്ട്ഡോർ യൂണിറ്റ്. ഓക്കെ, അതായത് ഇവിടെ കണ്ടൻസറിൻ്റെ ഭാഗമൊക്കെ ഇവിടെയാണ് ഉണ്ടായിരിക്കുക. ഈ വാപ്പറേറ്ററിൻ്റെ ഭാഗം നമ്മുടെ ഇൻഡോർ യൂണിറ്റിലാണ് ഉണ്ടായിരിക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെയാണ് നമുക്കവിടെ നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സെമി ഹെർമെറ്റിക്കും കംപ്രസേഴ്സ് വരുന്നുണ്ട്. നമുക്കതിൽ വരുന്ന ഫസ്റ്റ് കംപ്രസറാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ 7 മാർക്ക് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ IC എഞ്ചിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പോലെ തന്നെയാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വരുന്നത്. അതായത് ഇവിടെ ഒരു സിലിണ്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഒരു സിലിണ്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതിനകത്ത് പിസ്റ്റണും അതുപോലെ തന്നെ ഒരു കണക്റ്റിംഗ് റോഡും അതുപോലെ ക്രാങ്കും അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റും കാണുന്നുണ്ടായിരിക്കും. നമ്മളെന്ത് ചെയ്യും, ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ നമ്മളൊരു ഇലക്ട്രിക് മോട്ടർ വെച്ച് റൊട്ടേറ്റ് ചെയ്യും. നമുക്കറിയാം സാധാരണ പോലെ IC എഞ്ചിനൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഇവിടെ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. അതായത് നമ്മൾ ക്രാങ്കിന് റൊട്ടേഷണൽ മോഷൻ കൊടുക്കുന്നു. റൊട്ടേഷണൽ മോഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ കണക്റ്റിംഗ് റോഡ് അതിനെ പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം പോർഷനിലേക്ക് എന്ത് ചെയ്യും, അതിനെ മൂവ് ചെയ്യിക്കും. ഇവിടെ സംഭവിക്കുന്ന ഇവിടെ ഒരു ഇൻലെറ്റ് വാൾവും ഉണ്ടായിരിക്കും, ഒരു എക്സോസ്റ്റ് വാൾവും ഉണ്ടായിരിക്കും. നമ്മുടെ ഇൻലെറ്റ് വാൾവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലും ഇതിലേക്കാണ് എൻ്റർ ആവുന്നത്. പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിനകത്തേക്ക് റെഫ്രിജറൻറ്റ് എൻ്റർ ആവും. അടുത്ത സ്ട്രോക്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻലെറ്റ് വാൾവ് ക്ലോസ്ഡ് ആവും. അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വാൾവും ക്ലോസ്ഡ് ആവും. അടുത്ത സ്ട്രോക്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പിസ്റ്റൺ അതിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ചുരുങ്ങും, പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പിന്നെ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വാപ്പർ റെഫ്രിജറൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇവിടുന്ന് എക്സോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ. എന്നാൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കംപ്രസറാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ ജസ്റ്റ് ഒരു ആനിമേഷൻ കണ്ടാൽ മാത്രം മതി അല്ലേ. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുമ്പോൾ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും, ക്രാങ്കും കണക്റ്റിംഗ് റോഡും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, കണക്റ്റിംഗ് റോഡ് നമ്മുടെ പിസ്റ്റൻ്റെ മോഷൻ എന്ത് ചെയ്യും, ഒരു ടു ആൻഡ് ഫ്രോ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ കാണുന്ന ഇൻലെറ്റ് വാൾവാണ് അവിടെ കാണുന്നുണ്ടായിരിക്കും സ്ക്രീനിൽ. അതുപോലെ ഔട്ട്ലെറ്റ് വാൾവും കാണുന്നുണ്ടായിരിക്കും. ഇൻലെറ്റ് വാൾവ് വഴി എൻ്റർ ചെയ്യുന്ന റെഫ്രിജറൻറ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്യും. ശേഷം അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ 2 വാൾവും ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഹൈ പ്രഷർ ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെന്ത് ചെയ്യും, ആ സമയത്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്കിൽ എന്ത് ചെയ്യും, എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുകയും ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വാപ്പർ റെഫ്രിജറൻറ്റ് എക്സോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ കംപ്രഷൻ സ്റ്റോക്ക്. ഇത് സക്ഷനാണ്. റെഫ്രിജറൻറ്റിനെ അബ്സോർബ് ചെയ്തു സിലിണ്ടറിനകത്തേക്ക് കാണുന്നുണ്ടായിരിക്കും സ്ക്രീനിൽ. ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻ്റ് ആയിരിക്കും എൻ്റർ ആവുന്നുണ്ടായിരിക്കുക. നമുക്കതിനെ നീന്താക്കി മാറ്റണം. ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലുള്ള റെഫ്രിജറൻ്റ് ആക്കി കൺവേർട്ട് ആവണം. അപ്പോൾ കംപ്രഷൻ സ്റ്റോക്കിൽ ആ വാൾവ് ക്ലോസ് ആവും, എക്സോസ്റ്റ് വാൾവും ക്ലോസ്ഡ് ആവും. അതിനെ കംപ്രസ് ചെയ്യും. മാക്സിമം കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ആവും. ഓക്കെ, ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലേക്ക് റെഫ്രിജറൻ്റ് എത്തിയിട്ടുണ്ടായിരിക്കും. ആ വാൾവ് ഓപ്പൺ ആകുമ്പം അത് എക്സോസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കാം നമ്മുടെ റോളർ ടൈപ്പ് കംപ്രസറാണ്. ഇവിടെ നോക്കുക, അവിടെ ഒരു നീല കളറിൽ കാണുന്നത് നമ്മുടെ ബ്ലേഡാണ് കേട്ടോ. ബ്ലേഡും ഒരു സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ റോളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷാഫ്റ്റിനെ ആയിരിക്കും നമ്മൾ മോട്ടർ വെച്ച് റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതിനകത്തേക്ക് റെഫ്രിജറൻ്റ് എൻ്റർ ആവുകയും അതിനെ കംപ്രസ് ചെയ്യുന്ന നിങ്ങൾക്ക് ആനിമേഷൻ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.
ഓക്കെ. ഇവിടെ നമ്മുടെ ഈ ഒരു കംപ്രസറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുക കേട്ടോ. ആദ്യം ഒരു എസെൻട്രിക് ഷാഫ്റ്റ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് എസെൻട്രിക് ഷാഫ്റ്റ്. പിന്നെ സിലിണ്ടർ, നിങ്ങളെ ഭാഗങ്ങൾ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. സിലിണ്ടർ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക. സിലിണ്ടർ. പിന്നെ ഇത് റോട്ടറാണ്. ഓക്കെ, എസെൻട്രിക് ഷാഫ്റ്റിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം നമ്മുടെ റോട്ടറാണ്. കാണുന്നുണ്ടായിരിക്കും പേര് റോട്ടർ. പിന്നെ നമ്മുടെ റെഫ്രിജറൻറ്റ് ഇന്നാവുന്ന ഭാഗമാണ് സക്ഷൻ പോർട്ട്. ഇതുവഴിയാണ് റെഫ്രിജറൻറ്റ് ഇന്നാവുക. അതേപോലെ ഡിസ്ചാർജ് ചെയ്യുന്ന പോർട്ട്, ഇവിടെ ഡിസ്ചാർജ് പോർട്ടും കാണുന്നുണ്ടായിരിക്കും. അതായത് നമ്മുടെ റെഫ്രിജറൻറ്റ് എക്സിറ്റ് ആവുന്ന എക്സോസ്റ്റ് ആവുന്നത് ഇതുവഴിയും ഇൻലെറ്റ് വരുന്നത് ഇതുവഴിയായിരിക്കും. അതുപോലെ ഒരു വെയിൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതാണ് നമ്മുടെ വെയിന്. അതിൻ്റെ മേലൊരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ വെയിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റോളർ അല്ലെങ്കിൽ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയും ആ സമയത്ത് ഇതുവഴി നമ്മുടെ റെഫ്രിജറൻറ്റ് എൻ്റർ ആവുകയും അതിനെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അതിനെ കംപ്രസ് ചെയ്ത് അവസാനം ഇതുവഴി എക്സോസ്റ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആനിമേഷൻ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. കണ്ടോ? അപ്പോൾ അത്രയും പോർഷനിൽ ആ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള സക്ഷൻ ചേമ്പറിലേക്ക് എന്ത് ചെയ്തു, കണ്ടോ? ഇതുവഴി റെഫ്രിജറൻറ്റ് ഇത്രയും പോർഷനിൽ ഇപ്പോൾ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനെ കംപ്രസ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയും പോർഷനിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇനി ആ സമയത്ത് സക്ഷൻ പോർട്ട് ക്ലോസ് ആവും. അടുത്ത റൊട്ടേഷനിൽ എന്ത് ചെയ്യും, അതിനെ കംപ്രസ് ചെയ്യും. ഇത്രയും പോർഷനെ ഉണ്ടോ, അതിനെ കംപ്രഷൻ ചേമ്പറിൽ വെച്ച് അതിനെ കംപ്രസ് ചെയ്യണം. അതിൻ്റെ കളർ മാറി കാണിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് റെഡിഷ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. മാക്സിമം കംപ്രസ് ചെയ്ത് നോക്കുക. അത്രയും വോളിയം ചുരുങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. നോക്കുക, ഇത്രയും എൻ്റർ ആയിട്ടുള്ള ആ ഒരു റെഫ്രിജറൻ്റാണ് അടുത്ത റൊട്ടേഷനിൽ അത് എല്ലാം ഈ സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇത്രയും ഉണ്ടോ, അത്രയും വോളിയമായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് അത്രയും കംപ്രസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, അത്രയും കംപ്രസ് ചെയ്ത സമയത്ത് ഹൈ പ്രഷർ ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, എക്സോസ്റ്റ് പോർട്ടിൽ വഴി പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് കംപ്രസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഇനി ഇതിൻ്റെ ഫിഗർ വരച്ച് പഠിക്കണം. നിങ്ങൾ എക്സാമിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ റോളർ ടൈപ്പ് കംപ്രസറിൻ്റെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. നമുക്കിത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന റോളർ ടൈപ്പിൽ വരുന്ന റോട്ടറി വെയിൻ ടൈപ്പ് കംപ്രസറാണ്. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വെയിൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കാണുന്നത് സിലിണ്ടറിൻ്റെ ഹൗസിങ് കാണുന്നതായിരിക്കും. നമ്പർ ഓഫ് വെയിൻസ് ആണ് യെല്ലോ കളർ കാണിക്കുന്നത്. ഇത് ഇൻലെറ്റും അത് ഔട്ട്ലെറ്റും. ഇതിൻ്റെ ആനിമേഷൻ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ വെയിൻസിലും സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഉണ്ടോ, ഇപ്പോൾ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ അവിടെ ടെമ്പറേച്ചറും പ്രഷറും കുറവാണ്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഉണ്ടോ ഇപ്പോൾ അത്രയും വോളിയത്തിൽ റെഫ്രിജറൻ്റ് എൻ്ററായി. അപ്പോൾ കുഞ്ഞ് വോളിയം ചുരുങ്ങി വരികയാണ്. കണ്ടോ, വോളിയം ചുരുങ്ങി വരുമ്പോൾ നമുക്കറിയാം കംപ്രസ് ചെയ്യുമ്പോൾ എന്തായി മാറും, അത് ഹൈ പ്രഷർ ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ആവും. ഈ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് റോട്ടറി ടൈപ്പ് കംപ്രസറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 ടൈപ്പിൻ്റെ വർക്കിംഗ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ 3 ടൈപ്പ് എക്സാമിന് സ്ഥിരമായിട്ട് 7 മാർക്കിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ആനിമേഷൻ വെച്ച് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരു ഹെർമെറ്റിക് ടൈപ്പ് കംപ്രസറാണ്. ഹെർമെറ്റിക് ഉദ്ദേശിക്കുന്നത് ശരിക്കും എയർ ടൈറ്റ് എന്നാണ്. ഓക്കെ, ഹെർമെറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ എയർ ടൈറ്റ് ആണ്. അതായത് നമ്മുടെ മൊത്തം സിസ്റ്റവും ആ ഒരു കംപ്രസറിൻ്റെ മൊത്തം സിസ്റ്റവും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതേപോലെ ഒരു ക്ലോസ്ഡ് ചേമ്പർ, ഒരു ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ ഷെല്ലിനകത്തായിരിക്കും ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് നമ്മുടെ കംപ്രസർ ഓയിലൊക്കെ ഉണ്ടായിരിക്കും ലൂബ്രിക്കേഷൻ കൊടുക്കാനുള്ള. ആ ഷാഫ്റ്റിലും നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറൊക്കെ ആകുമ്പോൾ നമുക്കവിടെ ലൂബ്രിക്കേഷനൊക്കെ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ലൂബ്രിക്കേഷന് കൊടുക്കാനുള്ള ഓയിലൊക്കെ ഇതിനകത്ത് ഒരു സമ്പ് പോലെ ആയിരിക്കും ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഹെർമെറ്റിക് കംപ്രസർ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ് ഹെർമെറ്റിക്കൊക്കെ. കണ്ടോ, താഴെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഓക്കെ, ഇത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ്. അപ്പോൾ ഇവിടെ ആ ഒരു നമ്മുടെ മോട്ടർ, നമ്മുടെ ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വർക്ക് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് പവർ കൊടുക്കുന്ന മോട്ടറൊക്കെ ഉണ്ടായിരിക്കും. മോട്ടറിൻ്റെ റോട്ടറൊക്കെ
നമ്മുടെ ആ ഒരു ഹെർമെറ്റിക് കംപ്രസറിനകത്ത് തന്നെ നമ്മൾ സിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സെറ്റപ്പാണ് ഈ ഒരു കംപ്രസറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം ഒരു ക്ലോസ്ഡ് ചാമ്പർ ആയിരിക്കും. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ഫാൾട്ടൊക്കെ നമ്മുടെ കംപ്രസർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ ഒരു മൊത്തം ഓപ്പൺ ചെയ്യേണ്ട, അല്ലെങ്കിൽ മൊത്തം ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ, മൊത്തം കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ്, ഒരു ഡിമെറിറ്റാണ് നമ്മുടെ ഈ ഒരു ഹെർമെറ്റിക് കംപ്രസറിനുള്ളത്. ഓക്കെ, അതായത് മൊത്തം സിസ്റ്റം ഒരു സിലിണ്ടറിക്കൽ ഷെല്ലിനകത്തായത് കാരണം എന്തെങ്കിലും ചെറിയ ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തം അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ അത് വീണ്ടും ബ്രേസ് ചെയ്യുക അല്ലെങ്കിൽ വെൽഡ് ചെയ്തിട്ടായിരിക്കും വീണ്ടും ജോയിൻ ചെയ്യിക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ കാണുന്ന മൊത്തം ഒരു സിലിണ്ടറിക്കൽ ഷെല്ലാണ്. ഇതിനകത്താണ് നമ്മുടെ ആ കംപ്രസറിൻ്റെ മൊത്തം ഫങ്ഷൻസും അല്ലെങ്കിൽ മൊത്തം ഡിവൈസുകളും അതിനകത്താണ് വരുന്നത്. മൊത്തം ലൂബ്രിക്കേറ്റിംഗ് ഓയിലും അതുപോലെ മോട്ടറിൻ്റെ സ്റ്റേറ്ററും റോട്ടർ വൈൻഡിങ്ങും ഒക്കെ മൊത്തം ഇതിൻ്റെ അകത്താണ് വരുന്നത്. സോ അതാണ് നമ്മുടെ ആ ഒരു ഹെർമാറ്റിക് ടൈപ്പ് കംപ്രസർ എന്ന് പറയുന്നത്. ഇതും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ളതാണ്. 7 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊരു റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ഹെർമാറ്റിക് കംപ്രസർ അങ്ങനെ കാണുന്നതായിരിക്കുക. പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഇവിടെ കാണുന്നതായിരിക്കും. റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പാണ് മനസ്സിലാക്കുക. ഇവിടെ മോട്ടറിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരിക്കും. ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത് ക്രാങ്കാണ്. ക്രാങ്ക് എന്ത് ചെയ്യുന്നു, കണക്ടർ റോഡ് വഴി നമ്മുടെ പിസ്റ്റനിലേക്ക് ടു ആൻഡ് ഫ്രോ മോഷനായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം ആദ്യം റെസിപ്രോക്കേറ്റിംഗ് പഠിക്കുക, പിന്നെ റോളർ ടൈപ്പ് പഠിക്കുക, റോട്ടറി വെയിൻ ടൈപ്പ് പഠിക്കുക, സെമി ഹെർമെറ്റിക്കും പഠിക്കണം. അപ്പോൾ സെമി ഹെർമെറ്റിക്കും ഉണ്ട്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് ഹെർമെറ്റിക്കാണ്. ഇനി സെമി ഹെർമെറ്റിക് ആകുമ്പം ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് 2 സെക്ഷനായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി കംഫർട്ടബിൾ ആയിരിക്കും നമ്മുടെ സെമി ഹെർമെറ്റിക് ആയിരിക്കും. കാരണം രണ്ടും 2 സിസ്റ്റമായിട്ട് 2 സെക്ഷനായിട്ട് കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ നമ്മളതിൻ്റെ ആനിമേഷനെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഡയഗ്രത്തിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കുക, സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കുക. നമ്മൾ കണ്ട പോലെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു സക്ഷൻ പോർട്ട്, അതായത് ഇൻലെറ്റ് പോർട്ടാണ്. ഇത് ഡിസ്ചാർജ് പോർട്ട്. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 1 സിലിണ്ടർ അല്ലേ, പാർട്ട് നമ്പർ 1 സിലിണ്ടറാണ്. ഇവിടെ കാണുന്നതായിരിക്കും സിലിണ്ടറാണ് പാർട്ട് നമ്പർ 1 വരുന്നത്. പാർട്ട് നമ്പർ 2 അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം പിസ്റ്റനാണ് അല്ലേ, പിസ്റ്റൻ. ഓക്കെ, അതുപോലെ ക്രാങ്ക് കേസ് പാർട്ട് നമ്പർ 3, ഇത് ക്രാങ്ക് കേസാണ്. അവിടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും, ഇതിനകത്താണ്, ക്രാങ്ക് കേസിനകത്താണ് ഉണ്ടായിരിക്കുക. പാർട്ട് നമ്പർ 4 അല്ലേ, കണക്റ്റിംഗ് റോഡാണ്. കണക്റ്റിംഗ് റോഡ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പാർട്ട് നമ്പർ 5 ക്രാങ്കാണ്. പാർട്ട് നമ്പർ 5 ക്രാങ്കാണ്. പിന്നെ പാർട്ട് നമ്പർ 6 ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെങ്കിൽ മോട്ടോർ ഷാഫ്റ്റാണ്. പാർട്ട് നമ്പർ 6 ആണ് ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെങ്കിൽ മോട്ടോർ ഷാഫ്റ്റാണ്. പിന്നെ എസ് എന്ന് പറഞ്ഞാൽ സക്ഷനും ഡി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജും ആണ് അല്ലേ. എസ് സക്ഷൻ, ഡി ഡിസ്ചാർജ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ വർക്കിംഗ് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം സക്ഷൻ സ്ട്രോക്കിൽ റിഫ്രിജറൻ്റ് എൻ്റർ ആവുന്നു, കംപ്രഷൻ സ്ട്രോക്കിൽ അതിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ആവും. എന്ത് ചെയ്യും, ഡിസ്ചാർജ് അതിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക് ഡിസ്ചാർജ് പോർട്ട് ഓപ്പൺ ആവുകയും എന്ത് ചെയ്യും, അതുവഴി ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വേപ്പർ റിഫ്രിജറൻ്റ് എന്ത് ചെയ്യും, എക്സോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഞാൻ ഓരോ പോയിൻ്റ് വായിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ പോയിൻറ്റ്സാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറയുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ചിലപ്പം ക്ലാസിഫിക്കേഷൻസ് ഓഫ് കംപ്രസർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7 മാർക്കിന് തന്നെ, ചിലപ്പോൾ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് പറയാൻ പറ്റും മെത്തേഡ് ഓഫ് കംപ്രഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ പോലെ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ഉണ്ട്, റോട്ടറി ടൈപ്പ് ഉണ്ട്, അതിലാണ് റോളറും അതുപോലെ വെയിൻ ടൈപ്പും വരുന്നത്. പിന്നെ സെൻട്രിഫ്യൂഗൽ ടൈപ്പും ഉണ്ട്, സ്ക്രൂ ടൈപ്പും ഉണ്ട്. പ്രധാനമായിട്ടും 4 ടൈപ്പിലാണ് മെത്തേഡ് ഓഫ് കംപ്രഷൻ വരുന്നത്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ്, റോട്ടറി, സെൻട്രിഫ്യൂഗൽ, സ്ക്രൂ. ഓക്കെ, ഇനി അസംബ്ലി ഓഫ് മോട്ടോർ. ഓക്കെ, അസംബ്ലി ഓഫ് മോട്ടോർ ദാറ്റ് ഈസ് ലൊക്കേഷൻ ഓഫ് മോട്ടോർ ഓർ ടൈപ്പ് ഓഫ് എൻക്ലോഷർ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോട്ടോർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓപ്പൺ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സെമി ഹെർമെറ്റിക് ടൈപ്പ് ഉണ്ട്.
ഓക്കെ, അല്ലെങ്കിൽ ഹെർമാറ്റിക് ടൈപ്പ് ഉണ്ട്. മോട്ടോറിൻ്റെ സ്ഥാനം, ഓക്കെ, അസംബ്ലി ഓഫ് മോട്ടോർ. നമ്മളിപ്പോൾ നേരത്തെ ഹെർമാറ്റിക്കിൻ്റെ ആ ഒരു ആനിമേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഹെർമാറ്റിക്കിലാകുമ്പോൾ മോട്ടർ എന്താണ് അകത്താണ് വരുന്നത് അല്ലേ. ഇനി സെമി ഹെർമാറ്റിക് ആകുമ്പോൾ എന്തായിരിക്കും, മോട്ടറും അതുപോലെ ഈ കംപ്രസറിൻ്റെ യൂണിറ്റും രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു അസംബ്ലി ഓഫ് മോട്ടർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിന്നെ ആക്സിസ്, ഇപ്പോൾ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് അനുസരിച്ച് വെർട്ടിക്കലും ഉണ്ട് ഹൊറിസോണ്ടലും ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് സിലിണ്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സിംഗിൾ സിലിണ്ടറും വരുന്നുണ്ട്, മൾട്ടി സിലിണ്ടറും വരുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ഫ്ലൂയിഡ് അടിസ്ഥാനത്തിൽ സിംഗിൾ ആക്ടിങ്ങും ഉണ്ട്, ഡബിൾ ആക്ടിങ്ങും ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ നിങ്ങൾ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും അതുപോലെ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമുക്ക് സിംഗിൾ ആക്ടിങ്ങിലും അതുപോലെ ഡബിൾ ആക്ടിങ്ങിലും നമുക്ക് ഈ ഒരു കേസിലും വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. പിന്നെ ഡ്രൈവ് ഡയറക്റ്റ് ഡ്രൈവണും ഉണ്ട്, ബെൽറ്റ് ഡ്രൈവണും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്ന അനുസരിച്ച് ഡയറക്റ്റും ഉണ്ട്, അതുപോലെ ബെൽറ്റ് ഡ്രൈവണും ഉണ്ട്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന നമ്മുടെ കംപ്രസറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്, പക്ഷേ നിങ്ങളത് ഒരു എന്താ ചെയ്യുക, ഒരു ടെക്നിക്കലി നിങ്ങൾ ഓർത്ത് വെക്കുക. മെത്തേഡ് ഓഫ് കംപ്രഷൻ്റെ അടിസ്ഥാനത്തിൽ റെസിപ്രോക്കേറ്റിംഗ്, റോട്ടറി, സെൻട്രിഫ്യൂഗൽ. അസംബ്ലി ഓഫ് മോട്ടോർ അടിസ്ഥാനത്തിൽ സെമി ഹെർമാറ്റിക്. ഓക്കെ, ആക്സിസ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് സിംഗിൾ സിലിണ്ടറും മൾട്ടി സിലിണ്ടറും. വർക്കിംഗ് ഫ്ലൂയിഡ് സിംഗിൾ ആക്ടിങ്ങും ഡബിൾ ആക്ടിങ്ങും. ഡ്രൈവ് ബെൽറ്റ് ഡ്രൈവണും ഡയറക്റ്റ് ഡ്രൈവണും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ ഓർത്ത് വെക്കണം, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അതിൽ വരുന്ന നമ്മുടെ ഫസ്റ്റ് വണ് സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ നമ്മൾ പഠിച്ചു. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ നോട്ട്സ് വായിച്ച് നോക്കുക, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇനി റോട്ടറി കംപ്രസറിൽ നമ്മൾ റോളർ ടൈപ്പും വെയിൻ ടൈപ്പും വരുന്നുണ്ട്, അതുപോലെ സ്ക്രൂ ടൈപ്പ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ കംപ്രസറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നേരെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ആനിമേഷൻ. നമ്മൾ ഈ ഒരു റോളർ ടൈപ്പിൻ്റെ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അവിടെ ഒരു ബ്ലേഡ് അല്ലേ, ഈ കാണുന്ന വെയിൻ അല്ലെങ്കിൽ ബ്ലേഡ്, ഇവിടെ സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ റോളർ ഇങ്ങനെ അല്ലേ, ഈ റോളർ ഇങ്ങനെ സിലിണ്ടറിനകത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഇതുവഴി എൻ്ററാവും, അതിനെ കംപ്രസ് സാധനം ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിനെ കംപ്രസ് ചെയ്തിട്ട് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ഓരോ സ്റ്റേജസ് മനസ്സിലാക്കാനുള്ള ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് സംഭവിക്കുന്നത് അല്ലേ, ഫസ്റ്റ് ഫിഗർ നോക്കുക, എന്താ സംഭവിക്കുന്നത്, കംപ്ലീഷൻ ഓഫ് ഇൻടേക്ക് സ്റ്റോക്ക് ആൻഡ് ബിഗിനിങ് ഓഫ് കംപ്രഷൻ അല്ലേ. അതെന്ത് ചെയ്തു, മൊത്തത്തിനകത്തേക്ക് എൻ്റർ ചെയ്തു, ഇൻടേക്കാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ കംപ്രഷൻ സ്റ്റോക്ക് കണ്ടിന്യൂഡ് ആൻഡ് ന്യൂ ഇൻടേക്ക് സ്റ്റോക്ക് സ്റ്റാർട്ടഡ് അല്ലേ. ഇവിടെ കംപ്രഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ആ സമയത്ത് എന്ത് ചെയ്യും, ഈ റോളർ ഇവിടെ എത്തുമ്പോൾ അടുത്ത ഇൻടേക്കും എന്ത് ചെയ്യും, ഇതിലൂടെ എൻ്റർ ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ ഫിഗറിൽ കംപ്രഷൻ കണ്ടിന്യൂഡ് ആൻഡ് ന്യൂ ഇൻടേക്ക് സ്റ്റോക്ക് കണ്ടിന്യൂഡ്. അതായത് നമ്മുടെ ഈ കാണുന്ന ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ ഒരു കംപ്രഷൻ സ്റ്റോക്കിനെയും ഇൻടേക്ക് സ്റ്റോക്കിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കുന്നത് അല്ലേ. ബ്ലേഡ് അങ്ങോട്ടും മൂവ് ചെയ്യും അല്ലേ, സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റുള്ള കാരണം ഈ റോളർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ബ്ലേഡുള്ള ഈ സ്പ്രിങ്ങും ബ്ലേഡുള്ള കാരണം എന്ത് ചെയ്യും, ഈ ഭാഗത്തെയും അല്ലേ രണ്ട് ഭാഗത്തെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഈ ഏരിയയും തമ്മിൽ സ്പ്ലിറ്റ് ആക്കുന്നവരാണ് ഈ ഒരു ബ്ലേഡും സ്പ്രിങ്ങുമാണ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവസാനം നോക്കുക, ഇവിടെ ഉണ്ടോ ഇത്രയും ഭാഗം ഇത്രയായിട്ട് കംപ്രസ് ചെയ്തു, അതാണ് പിന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പുതിയ ഡിഫറൻറ്റ് ഇതിനകത്തേക്ക് എൻ്റർ ആയിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലേഡാണ് ശരിക്കും ഈ ഒരു സെക്ഷനെയും ഈ സെക്ഷൻ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാനുള്ള 4 ഡയഗ്രാംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ നമ്മളതിൻ്റെ ആനിമേഷൻ കണ്ടു. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ വീണ്ടും ഓരോ പോയിൻറ്റും വായിച്ചിട്ട് മീനിങ് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളതിൻ്റെ വർക്കിംഗ് നമ്മളതിൻ്റെ ആനിമേഷൻ കണ്ടതാണ്. അതുപോലെ ഈ ഫിഗറും വെച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു ഫിഗർ വരച്ചാൽ മതി, പാർട്സ് എല്ലാം അടയാളപ്പെടുത്തുക, ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാം. ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് നിങ്ങൾ ക്ലാസ് ഒന്ന് പോസ് ചെയ്യുക, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ നമ്മൾ വെയിൻ ടൈപ്പ് റോട്ടറി കംപ്രസർ കണ്ടു അല്ലേ, ചുറ്റും നമ്പർ ഓഫ് വെയിൻസ് ഉള്ള, അതിനകത്ത് വെയിൻസും ഉണ്ട്, അതിനകത്ത് സ്പ്രിങ്ങും ഉണ്ടായിരിക്കും. നമ്മളതിൻ്റെ ആനിമേഷൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഈ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക, എല്ലാ പാർട്സിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക, പാർട്സ് എല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർക്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുക. ഓക്കെ, വർക്കിംഗ് വായിച്ച് നോക്കുക. ഈസിയായുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയാലും മതി. പക്ഷേ നിങ്ങൾ ടെക്നിക്കലി കുറച്ച് വേർഡ്സൊക്കെ ഒന്ന് വായിച്ച് വെച്ച് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാമിന് അത് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വെയിൻ ടൈപ്പും റോളർ ടൈപ്പും അതുപോലെ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് നമ്മൾ നേരത്തെ ആനിമേഷൻ കണ്ടു, മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ ആനിമേഷനിൽ കാണാത്ത ഒരു കംപ്രസറാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ പമ്പിൻ്റെ നേരെ ഇൻവേഴ്സ് വർക്കിംഗ് ആണ് ശരിക്കും നമ്മുടെ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ വരുന്നത് അല്ലേ. നമുക്കറിയാം പമ്പാകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഇതിനകത്ത് ഓൾറെഡി ഇത്ര ഹൈറ്റിൽ വെള്ളം വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പ്രൈമിംഗ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. പ്രൈമിംഗ് ചെയ്തിട്ട് ഇത്രയും വെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, താഴ്ന്ന് വെള്ളം അല്ലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഇവിടെ സെൻറ്ററിൽ എന്ത് ചെയ്യും, സക്ഷൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വെള്ളം മേലോട്ട് കയറി വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഐ ഓഫ് ദ പമ്പ് വരെ നമ്മൾ വെള്ളം എപ്പോഴും നിറച്ച് വെക്കണം എന്ന് നമ്മൾ പ്രൈമിംഗ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ വരിക. അതായത് വെള്ളം എൻ്റർ ചെയ്യുന്നത് റെഫ്രിജറൻറ്റ് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കംപ്രസറിൻ്റെ ഐയിൽ നിന്നായിരിക്കും. ഈ സെൻട്രൽ വാഷാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കംപ്രസറിലേക്ക് നമ്മുടെ റെഫ്രിജറൻറ്റ് എൻ്റർ ആവുന്നത്. ശേഷം ഇവിടെ കാണുന്ന പോലെ ഇമ്പല്ലർ ഉണ്ട് അല്ലെ, ഇമ്പല്ലറും അതിൻ്റെ മേലെ നമ്പർ ഓഫ് ബ്ലേഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വെയിൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും വെയിൻലെസ് ഡിഫ്യൂസർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗങ്ങളുണ്ടായിരിക്കും. ഇത് വെയിൻലെസ് ഡിഫ്യൂസറാണ് ഈ വരുന്ന ഭാഗം. പിന്നെ വെയിൻഡ് ഡിഫ്യൂസർ ഉണ്ട്, വെയിനുള്ള ഡിഫ്യൂസർ. ഇതാണ് നമ്മുടെ വെയിൻ അല്ലെ, വെയിൻസ് പറഞ്ഞാൽ ബ്ലേഡാണ് ഉദ്ദേശിക്കുന്നത്, വെയിനുള്ള ഡിഫ്യൂസർ. അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്രസർ ഓൺ ആക്കുന്ന സമയത്ത് ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഫ്രിജറൻറ്റ് ഈ സെൻറ്റർ വഴി അല്ലെങ്കിൽ ഐ ഓഫ് ദ കംപ്രസർ വഴി എൻ്റർ ആവുകയും നമ്മുടെ ഈ റൊട്ടേഷണൽ മോഷൻ കാരണം നമ്മുടെ ഈ വെയിൻസിൻ്റെ ഡിസൈൻ നോക്കുക, ഒരു ഏരിയ കൂടി വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് അല്ലേ. നമുക്കറിയാം ഡിസ്ചാർജ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ട്, ലൈക്ക് Q = AV എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയുകയും അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ സെൻട്രിഫ്യൂഗൽ കംപ്രസറിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് ഈ ഒരു ഫിഗർ മാത്രം പഠിച്ച് വെക്കുക. ഓക്കെ, ആ ഫിഗർ പഠിക്കുക. അതുപോലെ ആ ഫിഗറിൽ ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും. ഓക്കെ, ബോളിവുഡ് കേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേസിംഗ് ആണ്, ചുറ്റുള്ള കേസിംഗ് ആണ് ബോളിവുഡ് കേസിംഗ് എന്ന് പറയുന്നത്. ബോളിവുഡ് കേസിംഗ് മറക്കാൻ പാടില്ല. ഇമ്പല്ലർ നമ്മൾ പഠിച്ചു വെക്കണം. ഇമ്പല്ലർ എന്ന സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോർഷനാണ് ഇമ്പല്ലർ, അതാണ് നമ്മുടെ ഇമ്പല്ലർ. ഓക്കെ, അതാണ് നമ്മുടെ കംപ്രസറിൻ്റെ ഐ ഓഫ് ദ കംപ്രസർ എന്ന് പറയുന്നത്. പിന്നെ ഇൻലെറ്റ് പൈപ്പ്. ഓക്കെ, ഇൻലെറ്റ് പൈപ്പ് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ഒരു വ്യൂവിൽ കാണിക്കാൻ കഴിയില്ല. ശരിക്കും ഇൻലെറ്റ് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ കാണിക്കാവുന്ന, അതാണ് നമ്മുടെ ഇൻലെറ്റ് പൈപ്പ് അല്ലെങ്കിൽ ഐ ഓഫ് ദ കംപ്രസർ എന്ന് പറയുന്നത്. പിന്നെ വെയിൻലെസ് ഡിഫ്യൂസറും വെയിൻഡ് ഡിഫ്യൂസറും കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്രസർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കംപ്രസറിൻ്റെ ഇൻലെറ്റ് വഴി റെഫ്രിജറൻറ്റ് എൻ്റർ ആവുന്ന സമയത്ത് അതിന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം റൊട്ടേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കുക, ഏരിയ കൂടി വരുന്നൊരു ഡിസൈനാണ്. സോ ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, വെലോസിറ്റി കുറയുന്നു. ആ ഒരു വെലോസിറ്റി കുറയുന്ന എനർജി അല്ലേ, കൈനറ്റിക് എനർജി എന്താക്കി മാറ്റുന്നു, അത് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ആ ഒരു റെഫ്രിജറൻറ്റിൻ്റെ പ്രഷറാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ വേണ്ട ഡിഫ്യൂസർ വഴിയാണ് അത് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഫൈനലി ഇവിടുന്ന് ഇതുവഴിയായിരിക്കും എക്സിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതിങ്ങനെ ഇതുവഴി എൻ്റർ ചെയ്തു, ചുറ്റും റൊട്ടേറ്റ് ചെയ്തിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സൊക്കെ എനാക്ട് ചെയ്തു, അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തു. അവസാനം ഈ ബോളിവുഡ് കേസിംഗ് വഴി ഇങ്ങനെ പുറത്തേക്ക് അല്ലെ, അതിൻ്റെ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഈ എറോ മാർക്ക് കാണിച്ചപ്പോഴാണ് അതിൻ്റെ എക്സിറ്റ്. അതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഫിഗർ പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൻ്റെ ഈ സെക്ഷൻ വ്യൂ വേണ്ട, ഈ ഫിഗറും വിത്ത് പാർട്സ് മാർക്ക് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കണ്ട, അഡ്വാൻറ്റേജ് ഒന്നും പഠിച്ചു വെക്കണ്ട. അതിൻ്റെ ജസ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ടെക്നിക്കൽ വേർഡ്സ് ഇവിടെ സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്നിക്കൽ വേർഡ്സൊക്കെ സെൻറ്റൻസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ വർക്കിംഗ് എഴുതുമ്പോൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങളുടേതായ ഭാഷ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം കേട്ടോ എക്സാമിന്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ടൈപ്പ് പഠിച്ചു സെൻട്രിഫ്യൂഗലായി. അടുത്തയാണ് നമ്മുടെ ഹെർമെറ്റിക്കും സെമി ഹെർമെറ്റിക്കും. നമ്മൾ നേരത്തെ അതിൻ്റെ ആനിമേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ ഈ ഫിഗറാണ് നിങ്ങൾ ഹെർമെറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത്. നേരത്തെ നിങ്ങൾ ആനിമേഷനിൽ കണ്ട പോലെ ചെറിയൊരു ഫിഗറാണ്. ഇവിടെ കാണുന്നത് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ഭാഗം ഇവിടെ കാണുന്നുണ്ടായിരിക്കും അല്ലെ. ഇവിടെ ഓരോ പാർട്സ് കൊടുത്തിട്ടുണ്ട്. ലോ പ്രഷർ ഗ്യാസ് ഫ്രം ഇവാപ്പറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇൻടേക്ക് അല്ലേ, നമ്മുടെ ഈ കംപ്രസറിൻ്റെ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന പോർട്ടാണ്. ലോ പ്രഷർ ഗ്യാസ്, ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് എൻ്റർ ആവുന്നത് നമ്മുടെ ഇവാപ്പറേറ്ററിൽ നിന്നും എൻ്റർ ആവുന്നത് നമ്മുടെ കംപ്രസറിലേക്ക് ഇതുവഴിയാണ്. പിന്നെ പാർട്ട് 2 നോക്കുക, ഹൈ പ്രഷർ ഗ്യാസ് ടു കണ്ടൻസർ. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് കണ്ടൻസറിലേക്ക് പോകുന്ന ഭാഗം ഈ ഒരു പോർട്ടാണ്. അതാണ് പാർട്ട് 2 കാണിച്ചുള്ളത്. പിന്നെ പാർട്ട് 3 മോട്ടറാണ്. മോട്ടർ എവിടെ, ഇതാണ് നമ്മുടെ മോട്ടർ. ഈ മോട്ടറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് അല്ലേ. ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്കറിയാം ഷാഫ്റ്റിൻ്റെ ഒരു ഭാഗത്ത് നമ്മളെ കംപ്രസറിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ പിസ്റ്റൻ്റെ റോഡ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കണക്ടർ റോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇത്രയും ഹൈറ്റിൽ
ഉണ്ടോ ഇത്രയും ഹൈറ്റിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോട്ടർ മനസ്സിലായി. നാലാമത്തെ പാർട്ട് കംപ്രസറാണ്. എവിടെ കംപ്രസർ? അവിടെ നേരത്തെ കണ്ടു ആണ് നമ്മുടെ കംപ്രസർ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അഞ്ചാമത്തത് ഓയിൽ. നിങ്ങൾ കാണുന്നതായിരിക്കും അല്ലേ, ഇതിനകത്ത് ഇത്രയും ഹൈറ്റിൽ ഓയിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു ആനിമേഷനിൽ കണ്ടായിരുന്നു നമ്മുടെ ഹെർമെറ്റിക് കംപ്രസറിൻ്റെ. ഓർമ്മയില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് അത്രയും ഭാഗം ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കാം. സിക്സ്ത് പാർട്ട് ഷെല്ലാണ്. മൊത്തത്തിൽ ഈ ഷെല്ലാണ് ഉദ്ദേശിക്കുന്നത്, ഷെല്ല് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷെല്ല്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എല്ലാം കൂടി ഒറ്റൊരു ഷെല്ലിനകത്താണ് നമ്മുടെ മോട്ടറും കംപ്രസറും ഓയിലും എല്ലാം ഒന്ന് ഒറ്റ ഈ ഒരു ഷെല്ലിനകത്താണുള്ളത്. അതാണ് നമ്മുടെ ഹെർമെറ്റിക് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വർക്കിംഗ് സാധാരണ പോലെ തന്നെയാണ്. എന്ത് ചെയ്യും, നമ്മുടെ കാണുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതുവഴി റെഫ്രിജറൻ്റ് എൻ്റർ ആവും. പിന്നെ നമ്മുടെ ഈ ഓയിലിൻ്റെ അകത്ത് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, റെഫ്രിജറൻ്റ് പാസ് വന്നപ്പോൾ ഓയിൽ നമുക്കറിയാം ലൂബ്രിക്കേറ്റിങ്ങും അതുപോലെ തന്നെ കൂളിംഗ് പ്രോസസ്സും ചെയ്യുന്നുണ്ട്. സോ ഇതുവഴി ഇങ്ങനെ എൻ്ററായി നേരെ ഈ പോർട്ട് വഴിയാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിലേക്ക് എൻ്റർ ആവുന്നത്. ഇവിടെ വെച്ച് കംപ്രസ് ആവും എന്ന് എക്സോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമ്മൾ ഇവിടെ സെൻറ്റൻസ് വൈസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് വായിച്ച് നോക്കുക. നമ്മൾ പറഞ്ഞ ഈ വർക്കിംഗ് ഇനി സെൻറ്റൻസ് വൈസ് ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യണം, ആ ഫിഗർ കൃത്യമായിട്ടും വരയ്ക്കുക, എല്ലാ പാർട്സും മാർക്ക് ചെയ്യുക, ശേഷം നിങ്ങളുടേതായ ഭാഷയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുക. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് വരുന്ന ഇവിടെ തൊട്ടാണ്. അത് പോസ് ചെയ്യുക, വായിച്ച് നോക്കുക. അതിൻ്റെ ബാക്കി ഇത് വായിച്ച് നോക്കുക. അതിൻ്റെ ബാക്കി അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി അതിൻ്റെ വർക്കിംഗ് ഒക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈസിയായി സ്വന്തം ഭാഷയിൽ എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ഫിഗർ മാത്രമേ നമ്മൾ 1-2 തവണ വരച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, വർക്കിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള വർക്കിംഗ് നിങ്ങൾക്കറിയാം. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ഓൾറെഡി വർക്കിംഗ് നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഈ ഹെർമെറ്റിക് ആകുമ്പോൾ എല്ലാം കൂടി ഒറ്റൊരു ഷെല്ലിനകത്ത് വരും. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ സെമി ഹെർമെറ്റിക് കംപ്രസർ വരുന്നുണ്ട്. ജസ്റ്റ് നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ 2 ഷെല്ലും അതിൻ്റെ ഭാഗങ്ങൾ രണ്ടും സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് കംപ്രസേഴ്സിൽ വരുന്നത്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ സ്ഥിരമായിട്ട് കംപ്രസേഴ്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കാം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റോട്ടറി കംപ്രസർ വിത്ത് എ നീറ്റ് സ്കെച്ച്. അപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഫിഗർ വരയ്ക്കാൻ വേണ്ടി പഠിക്കുക, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാം. പിന്നെ ചോയ്സ് ക്വസ്റ്റ്യൻ കണ്ടൻസറാണ് നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പാൻഷൻ വാൾവാണ്, പിന്നെ ക്രയോജനിക്കും. അപ്പോൾ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടോപ്പിക് അത്യാവശ്യം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അവിടെയും ചിലപ്പോൾ ഏതെങ്കിലും കംപ്രസർ ചോദിച്ചിട്ടുണ്ടായിരിക്കും. കണ്ടോ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് ആണ് ചോദിച്ചുള്ളത്. ബാക്കിയുള്ള നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കംപ്രസറിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അടുത്ത് നമുക്ക് എക്സ്പാൻഷൻ വാൾവും ഇവാപ്പറേറ്ററൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിലും കണ്ടൻസറും എക്സ്പാൻഷൻ വാൾവും ഇവാപ്പറേറ്ററാണ് വന്നിരിക്കുന്നത്. കംപ്രസർ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു റെഫ്രിജറേറ്ററിലെ നമ്മുടെ കംപ്രസർ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് കംപ്രസർ. ഇപ്പോൾ ഒരു 4-5 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.